ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്സ് അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള രണ്ട് വാക്കുകളാണിത്. എങ്ങനെയാണ് ഒരു ഡെബിറ്റ് അക്കൗണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ക്രെഡിറ്റ് അക്കൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്യുക, ഇതിനെ എങ്ങനെ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. ദിസ് ഇസ് മീ ബി സെബാസ്റ്റ്യൻ. നമുക്കൊന്ന് സ്ക്രീൻ കാണാം. സോ ഡെബിറ്റും ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ മാനുവൽ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിൽ എവിടെയെങ്കിലും പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് ഒരു കാര്യവും അക്കൗണ്ടിങ്ങിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ AI ആണെന്നുണ്ടെങ്കിലും സോഫ്റ്റ്വെയർസ് ആണെന്നുണ്ടെങ്കിലും അക്കൗണ്ടിങ്ങിൻ്റെ ബേസിസ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യം എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളതാണ്. നമുക്കറിയാം കൂടുതലായിട്ടും ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നത് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ കണ്ടു കാണും. ലൈക്ക് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? മേ ബി അതൊരു ഇൻക്രീസ് ഇൻ അസറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആയിരിക്കാം. ഇനി ക്രെഡിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു ലയബിലിറ്റി കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യും. ഒരു ഇൻകം അല്ലെങ്കിൽ ഗെയിൻ ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. അല്ലെങ്കിൽ അസറ്റിൻ്റെ വാല്യൂവിൽ ഒരു റിഡക്ഷൻ സംഭവിച്ചാൽ അവിടെയും നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒതൻറ്റിക് ആയിട്ട് ഇതിൻ്റെ ഒരു ബേസ് എങ്ങനെയാണ് വരുന്നത് അതറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എങ്ങനെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത് നോക്കാം. അതിനറിയേണ്ടത് 3 അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് അക്കൗണ്ടൻസിയിൽ 3 രീതിയിലാണ് നമ്മൾ അക്കൗണ്ട്സ് ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്പർ 1 പേഴ്സണൽ അക്കൗണ്ട്, നമ്പർ 2 റിയൽ അക്കൗണ്ട് ആൻഡ് നമ്പർ 3 നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പേര് കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ അക്കൗണ്ട്സും ഓൾമോസ്റ്റ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒരാളുടെ പേര്, ഒരു കമ്പനിയുടെ പേര്. അതുപോലെ റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു അസറ്റ് ഉണ്ട്, ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിനെ അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതൊരു റിയൽ അക്കൗണ്ട് ആണ്. നമ്പർ 3 നോമിനൽ അക്കൗണ്ട്. ഈ 2 കാറ്റഗറിയിലും പെടാത്ത എന്തെങ്കിലും ലോസോ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്പെൻസുകളോ ഗെയിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നോമിനൽ അക്കൗണ്ട് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഈ ഓരോ ക്ലാസിഫിക്കേഷനും ഓരോ പെർട്ടിക്കുലർ റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ ഒരു റൂള് പലപ്പോഴും ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എങ്ങനെയാണ് ഇതിനെ പ്രാക്ടിക്കലി ഈ പറയുന്ന അക്കൗണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുക എന്നുള്ള കാര്യത്തിലാണ് സംശയം ഉണ്ടാകുന്നത്. സോ ഗോൾഡൻ റൂൾ നമ്പർ 1 പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിസീവർ എന്ന് പറയുന്ന ഒരാൾ കമ്പനിയിൽ നിന്നും ഒരു വാല്യൂ റിസീവ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ആകുമ്പോൾ ഈ പറയുന്ന പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരം നമ്മൾ ആൾക്ക് ഡെബിറ്റ് കൊടുക്കും. ഇപ്പോൾ കമ്പനി ഒരാൾക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അയാളായിരിക്കും റിസീവർ, അയാൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി എങ്ങനെയാണ് ഗീവർ എന്ന് പറയുന്ന ആസ്പെക്റ്റ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത്? ആരാണോ കമ്പനിക്ക് ഒരു വാല്യൂ ഇങ്ങോട്ട് തരുന്നത് ആ ആളെയാണ് നമ്മൾ ഗീവർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ ട്രാൻസാക്ഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ ഡെബിറ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ റിയൽ അക്കൗണ്ട് മീൻസ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. കമ്പനിക്ക് വാല്യൂ അഡീഷൻ വരുന്ന ആ പെർട്ടിക്കുലർ അക്കൗണ്ട് ഏതാണ് അതിനായിരിക്കും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ ക്യാഷ് കമ്പനിയിലോട്ട് വരുമ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ ക്രെഡിറ്റ് ഗോസ് ഔട്ട്. എന്ത് സാധനമാണോ പുറത്തോട്ട് പോകുന്നത്, കമ്പനിയിൽ നിന്നും ഒരു വാല്യൂ ഡിക്രീസ് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ അസറ്റ് ആണെന്നുണ്ടെങ്കിലും ക്യാഷ് ആണെന്നുണ്ടെങ്കിലും കമ്പനിക്ക് പുറത്തോട്ട് പോകുമ്പോഴാണ് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ആൻഡ് നമ്പർ 3 is pertains to ഗോൾഡൻ റൂൾ ഫോർ നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് നമ്മൾ പറഞ്ഞു എക്സ്പെൻസുകൾ, അങ്ങനെ നമുക്ക് കാണാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, ലോസസ്, അതൊക്കെ നോമിനൽ അക്കൗണ്ട് കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി അവിടെ വരുന്ന റൂളാണ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. നമുക്ക് സംഭവിക്കുന്ന എക്സ്പെൻസുകളെയും ലോസസിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ എക്സ്പെൻസുകൾ കൂടുമ്പോഴും ഡെബിറ്റ് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ എക്സ്പെൻസുകളും ഒരു കമ്പനിക്ക് ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു വാല്യൂ അഡീഷൻ ഉണ്ട്. ഒരാൾക്കൊരു സാലറി കൊടുക്കുന്നു, ആ ആൾക്ക് സാലറി കൊടുക്കുന്നു എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണെങ്കിലും അതിന് പിന്നിൽ അയാൾ കമ്പനിക്ക് തന്ന ഒരു വാല്യൂ അഡീഷൻ ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ എക്സ്പെൻസിനെ അവിടെ ഡെബിറ്റ് ചെയ്യുന്നത്. ഇനി ക്രെഡിറ്റ് ദ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ക്രെഡിറ്റ് ദ ഇൻകംസ് എന്ന് പറയുമ്പോൾ അത് ഓണർക്ക്, ഒരു കമ്പനി ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആകുമ്പോൾ ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലിനെ കൂട്ടുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഈ 3 ലോസും ഈ 3 അക്കൗണ്ടുകളും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും മാച്ച് ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇങ്ങനെ ഒരു മോണിറ്ററൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോണിറ്ററി ടേമിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസാക്ഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ഈ രീതിയിൽ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം അതിൽ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടുകൾ ഏത് കാറ്റഗറിയാണ്, പേഴ്സണൽ ആണോ റിയൽ ആണോ നോമിനൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം അതിനെ ആപ്ലിക്കബിൾ ആകുന്ന ആ ഒരു പെർട്ടിക്കുലർ ഗോൾഡൻ റൂള് അപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെ ആകുമ്പോൾ ഈസി ആയിട്ട് ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള അക്കാഡമിക് കോണ്ടന്റ്സിനായിട്ട് എൻട്രി കൊമേഴ്സിൻ്റെ പേജ് ഫോളോ ചെയ്യാം. താങ്ക് യു.